ബാസയുടെ മുൻ മാനേജറായിട്ടുള്ള ലൂയിസ് എൻട്രിക്ക് റീസെൻ്റായിട്ട് മൂവി സ്റ്റാർ എന്ന് പറയുന്ന ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ ചാവിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് എൻട്രിക്കയുടെ ഭാഗത്ത് വന്നു. അപ്പോൾ ലൂച്ച പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതായിരുന്നു. അതായത് ചാവി ബാസ മാനേജറായിട്ട് ഏകദേശം 2 സീസണോളം ഉണ്ടായി. പക്ഷെ ആ 2 സീസണിലും ബാസ DNA കാണാൻ സാധിച്ചില്ല. പകരം ഒരു എ-ബാർ ലെവൽ കോച്ചിങ് ആയിരുന്നു ചാവയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രോപ്പറായിട്ട് ഡോമിനേറ്റ് ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ ബോൾ പൊസിഷനൊക്കെ കുറവായിരുന്നു എന്നായിരുന്നു ലൂയിസ് എൻട്രിക്കയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെവൽ പെർഫോമൻസ് ലൂയിസ് എൻട്രിക്കയുടെ ടൈമിലുള്ള ബാസ കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് നേരിടേണ്ടി വന്നൊരു ടീമായിട്ട് മാറിയേനെ ബാസ എന്നായിരുന്നു ലൂയിസ് എൻട്രിക്കയുടെ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ അതുകൂടാതെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2022-23 സീസണിൽ ബാസ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായ ടൈമിൽ ബാസയിലുള്ള ഒരാൾ ലൂയിസ് എൻട്രിക്കയായിട്ട് കോൺടാക്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് തിരിച്ച് ബാസ മാനേജറായിട്ട് വരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ലൂയിസ് എൻട്രിക്ക അദ്ദേഹത്തിൻ്റെ ഏജൻറ്റിനോട് പറഞ്ഞത് ബാസയിൽ നിന്നും ആരാണോ വിളിച്ചത് ആ ഒരു വ്യക്തിയോട് ചോദിക്കുകയെ, അതായത് ഈ ഒരു 2022-23 സീസൺ ഉണ്ടാകുന്ന ടൈമിൽ ബാസ ടൈറ്റിൽസ് നേടുകയാണെങ്കിൽ ആ ഒരു ടൈമിലും ചാവിയെ സാക്കാൻ റെഡിയാവുമോ, അങ്ങനെയാണെങ്കിൽ ലൂയിസ് എൻട്രിക്ക വരാമെന്ന രീതിയിലായിരുന്നു ലൂയിസ് എൻട്രിക്കയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നും വ്യക്തമാണ്, അതായത് ലൂയിസ് എൻട്രിക്കേന് ചാവി കമ്പാരിസൺ തീരെ പിടിക്കുന്നില്ല. അതായത് ചാവിയെ ഓവറായിട്ട് ഹൈപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തിന് തീരെ പിടിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ചാവി എന്ന് പറയുന്ന മാനേജറും ലൂയിസ് എൻട്രിക്കയെക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു മാനേജറാണ്. ഇത് പറയാനുള്ള മെയിൻ റീസൺ ലൂയിസ് എൻട്രിക്ക ബാസ മാനേജറായിട്ട് വന്ന ടൈമിൽ ബാസക്ക് നല്ലൊരു സ്ക്വാഡ് ഡെപ്ത് ഉണ്ടായിരുന്നു. പക്ഷേ ചാവിയുടെ അണ്ടറിലുള്ള ബാസക്ക് വലിയ രീതിയിലുള്ളൊരു സ്ക്വാഡ് ഡെപ്ത് ഇല്ല. അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് ആ 2 ബാസ ടീമും. അതുമാത്രമല്ല ലൂയിസ് എൻട്രിക്കയുടെ ടൈമിൽ MSN ട്രയോ നല്ല ഫോമിലായിരുന്നു. ഇപ്പോൾ ടാക്ടിക്കൽ വൈസ് ലൂയിസ് എൻട്രിക്ക ഷോക്ക് ആയിരുന്നെങ്കിലും MSN ട്രയോ കൊണ്ട് പല മാച്ചും ലൂയിസ് എൻട്രിക്ക രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അന്നുണ്ടായ ബാസ സ്ക്വാഡിൽ ശരിക്കും പറഞ്ഞാൽ ബാസ DNA ഉണ്ടെങ്കിലും അത് 100% ആയിരുന്നില്ല. 100% ആയിരുന്നെങ്കിൽ ഈ ഒരു MSN ട്രയോയുടെ കൂടെ അത് എടുത്ത് പറഞ്ഞേനെ. പക്ഷെ അന്ന് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ആരും പറയുന്നില്ല. ആകെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് MSN ട്രയോ എന്നെ തന്നെയാണ്. കാരണം MSN ട്രയോ ഉള്ളതുകൊണ്ട് മാത്രമാണ് ലൂയിസ് എൻട്രിക്കയുടെ സ്ക്വാഡ് സക്സസ്ഫുള്ളായിട്ട് പോയത്, അല്ലെങ്കിൽ ആ ഒരു ടീം വിജയിച്ച് പോയത്. ബാസ DNA ഉണ്ടെങ്കിലും നല്ലൊരു ശതമാനം ഈ ഒരു MSN ട്രയോയുടെ ആ ഒരു എഫക്റ്റ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ലൂയിസ് എൻട്രിക്ക രക്ഷപ്പെട്ടു പോയത്. പക്ഷേ ചാവയുടെ കേസിലേക്ക് വരുമ്പോൾ ബാസ DNAയിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാം. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയിസ് എൻട്രിക്ക ഡിമാൻഡ് ചെയ്ത പോലത്തെ ഒരു സ്ക്വാഡല്ല ചാവയ്ക്ക് ലഭിച്ചത്. ചാവയുടെ ഫസ്റ്റ് സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വീക്കായിട്ടുള്ളൊരു സ്ക്വാഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആ ഒരു സ്ക്വാഡ് വെച്ചിട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ 2ാമത്തെ സീസണിലാണെങ്കിൽ സ്ക്വാഡ് അപ്ഗ്രേഡ് നടന്നതിനെങ്കിലും ചാവി ഡിമാൻഡ് ചെയ്ത 1-2 പ്ലേയേഴ്സേ വന്നിട്ടുള്ളൂ, എല്ലാവരും വന്നിട്ടില്ല. എന്നിട്ടും ബാസയുടെ DNA ബെറ്റർ ആക്കുകയും എന്നിട്ട് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ ചാവിയെ കൊണ്ട് സാധിച്ചു. 3ാമത്തെ സീസണിലേക്ക് എത്തിയപ്പോഴേക്കും ബുസ്കറ്റ്സ് ക്ലബ് വിട്ട് പോയി. ചാവയുടെ സിസ്റ്റത്തിലെ മെയിൻ പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ റീപ്ലേസ്മെൻറ്റ് പോലും ബാസക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈ ഒരു ചാവി ഉള്ള സ്ക്വാഡ് വെച്ചിട്ട് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തു. അതിലൊരു പരിധി വരെ സക്സസ്ഫുള്ളായി, ചിലത് ഫെയിലിയേഴ്സും ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സീസണിലും ചാവി ബാസ DNA ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ലൂയിസ് എൻട്രിക്ക പറയുന്നത് എ-ബാർ ലെവലാണ് ചാവയുടെ ബാസ എന്ന്. അങ്ങനെ ഈ ഒരു എ-ബാർ ലെവലിലായിരുന്നു ബാസയെങ്കിൽ ബാക്ക് ടു ബാക്ക് റയൽ മാഡ്രിഡ് മാച്ച്, അത്ലറ്റിക് മാഡ്രിഡ് മാച്ച് ഒന്നും ബാസ വിൻ ചെയ്യത്തില്ല. അതേപോലെ തന്നെ അടുപ്പിച്ച് ഈ ഒരു ലാലിഗ ടോപ്പ് 2 ലിസ്റ്റിൽ ബാസ വരത്തില്ല. അതേപോലെ തന്നെ PSG ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ആ ഒരു മാച്ച് ബാസയെ കൊണ്ട് വിൻ ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു അറോഹോക്ക് റെഡ് കാർഡ് ലഭിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു മാച്ച് ബാസ വിൻ ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ലൂയിസ് എൻട്രിക്ക് ഈ ഒരു എ-ബാർ കമ്പാരിസൺ നിർത്തിയിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു മാച്ചിൽ അറോഹോ റെഡ് കാർഡ് വാങ്ങി ബാസ തോറ്റു. അപ്പോൾ ആ ഒരു മാച്ചിൽ ബാസ തോറ്റതിൻ്റെ പേരിലാണ് ഇത്രയും കോൺഫിഡൻറ്റോട് കൂടി ലൂയിസ് എൻട്രിക്ക പബ്ലിക്കലി എന്ന് പറയുന്നത്. അതായത് ലൂയിസ് എൻട്രിക്കയുടെ ബാസ DNA ഉള്ള ടീമായിരുന്നു, പക്ഷേ ചാവയുടെ ബാസ അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ലൂയിസ് എൻട്രിക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയിസ് എൻട്രിക്കനെ ലഭിച്ച ടൈമിൽ സ്ക്വാഡ് ടോപ്പായിരുന്നു. പക്ഷേ ആ ചാവയുടെ കേസിലേക്ക് വരുമ്പോൾ ഒരു വീക്ക് സ്ക്വാഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാനിന് പറ്റിയ പ്ലേയേഴ്സൊന്നുമല്ല കൂടുതലുണ്ടായത്. പക്ഷേ എന്നിട്ടും ബാസ DNA കൈവിടാതെയാണ് ചാവി അത്യാവശ്യം നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്തത്.
എന്നിട്ടും ആ ഒരു വ്യക്തിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല. അതായത് ബാസ DNA ഇല്ല, അദ്ദേഹത്തിൻ്റെ ടീം ഏബർ ലെവലിലാണ് ഉള്ളത് എന്നൊക്കെ പറയുന്ന കമ്പാരിസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാവയോട് കാണിക്കുന്ന ഒരു ഡിസ്റെസ്പെക്റ്റ് ആണെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.